ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച മുതൽ 7-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ ഇടവൻ രാശിയിൽ രോഹിണി ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ഷഷ്ടി മുതൽ ദ്വാദശി വരെ ആയില്യം മുതൽ ചോതി വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. വ്യാഴം മിഥുനം രാശിയിൽ മകയിരം നക്ഷത്രത്തിലും ചൊവ്വ കർക്കിടകം ചിങ്ങം രാശികളിലായി ആയില്യം മകം നക്ഷത്രങ്ങളിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും ശുക്രൻ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലും ബുധൻ ഇടവം മിഥുനം രാശികളിലായി മകയിരം നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും കേതു ചിങ്ങത്തിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. മനസ്സുഖവും ശാരീരിക സുഖവും അനുഭവപ്പെടും. ഇഷ്ടജനങ്ങളുമായി ഒത്തുകൂടുവാനും സല്ലപിക്കുവാനും അവസരം സിദ്ധിക്കും. വാക്കുകളിൽ കൃത്യത ഉണ്ടാകും. ചിലരുടെ പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. സാഹചര്യം അനുകൂലമല്ല എന്ന തോന്നൽ ചില യാത്രകൾ മാറ്റിവെക്കും. ബിസിനസ്സിൽ സംതൃപ്തി തോന്നുന്നതാണ്. ചില സുഹൃത്തുക്കൾ മനഃപൂർവ്വം ആശയക്കുഴപ്പം സൃഷ്ടിക്കും. സാമ്പത്തികമായി അനുകൂല സാഹചര്യമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതിക നേട്ടവും സംതൃപ്തിയും ഉണ്ടാകുന്നതാണ്. നിലവിലെ സാഹചര്യങ്ങൾ അത്ര പ്രതികൂലമല്ലെന്ന് വ്യക്തമാകുന്നതാണ്. ലക്ഷ്യം നേടാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ മുഴുകുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ ഒട്ടൊക്കെ പ്രതീക്ഷിക്കാം. ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ അല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. ആഴ്ച മധ്യത്തോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. സുഖഭക്ഷണവും ആവശ്യമായ വിശ്രമവും ലഭിക്കും. കാര്യനിർവഹണത്തിന് സാമ്പത്തികം തടസ്സമാകില്ല. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിച്ചേക്കില്ല. നേട്ടങ്ങൾ വന്നു ചേരുന്നത് മെല്ലെയാകും. ആത്മവിശ്വാസത്തിന് അല്പം മങ്ങലുണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരെ അതൃപ്തി അറിയിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സമ്മർദ്ദങ്ങൾ അകലും. കരാർ പണികൾ പുതുക്കി ലഭിക്കുന്നതാണ്. എങ്കിലും എല്ലാ വശങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രദ്ധ വേണം. വാഹനം മാറ്റി വാങ്ങാനുള്ള ശ്രമം വിജയിക്കും. ചിലവ് കുറയ്ക്കാൻ തീരുമാനിക്കും. വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. ഇടവക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശോഭശീലം ഉണ്ടാകുന്നതാണ്. കാര്യസാധ്യം അത്ര സുഗമമാകില്ല. അലച്ചിലും ശാരീരിക ക്ലേശവും അനുഭവപ്പെട്ടേക്കാം. ശുക്രൻ പിന്നിലെ രാശിയിലും വ്യാഴം മുന്നിലെ രാശിയിലും സഞ്ചരിക്കുന്നതിനാൽ സംരക്ഷിക്കാൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. ബന്ധുസമാഗമം സന്തോഷം പകരും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ ശ്രമിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് ആവശ്യമായ വിവരങ്ങൾ തേടിയറിയും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം ഉണ്ട്. എന്നാൽ കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം. കുടുംബത്തോടൊപ്പം ലഘുയാത്രകൾ ഉണ്ടാകും. ധനപരമായ സംതൃപ്തി ലഭിക്കുന്നതാണ്. ചീട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ വ്യാഴവും ബുധനും സഞ്ചരിക്കുന്നു. ഇടവക്കൂറുകാർക്ക് കുടുംബത്തിലെ പ്രായമായവരുടെ പിന്തുണ ലഭിക്കും. മിഥുനക്കൂറുകാർക്ക് ഭോഗസുഖവും സ്ത്രീ സൗഹൃദം ലഭിക്കുന്നതാണ്. ആദ്യത്തെ അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ
സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സം നേരിടുകയോ ആവർത്തിച്ചുള്ള പരിശ്രമം ആവശ്യമായി വരികയോ ചെയ്യും. സാംക്രമിക രോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട്. ബിസിനസ്സിൽ ലാഭം ശരാശരിയായിരിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടിയ ആലോചനകൾ അനിവാര്യമാകും. കൈവായ്പകൾ മടക്കി ലഭിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും. എങ്കിലും മനസ്സിന് ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടും. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ സംതൃപ്തി കുറയുന്നതാണ്. പകരക്കാരെ കണ്ടെത്താൻ ആലോചനയുണ്ടാകും. പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ സഹായം ലഭിക്കുന്നതാണ്. പുതിയ പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും. പഴയകാല സുഹൃത്തുക്കളെ കാണാൻ ആയേക്കും. സന്താനങ്ങളുടെ പിടിവാശികൾ മനോവിഷമത്തിന് കാരണമായേക്കും. ജീവിതശൈലി രോഗങ്ങളിൽ കരുതൽ വേണ്ട സമയമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക കാര്യങ്ങളിൽ സമ്മർദ്ദങ്ങൾ അകലും. സഹപ്രവർത്തകരുടെ പിന്തുണ വേണ്ടത്ര ലഭിക്കുന്നതാണ്. ആവശ്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠന മികവിൽ പാരിതോഷികം ലഭിക്കുന്നതാണ്. ബന്ധങ്ങൾ പുതുക്കാൻ കഴിയുന്നതാണ്. വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ആയിരിക്കും ഉചിതം. ചെറു യാത്രകൾ മനസ്സിന് സന്തോഷം പകരുന്നതായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചന പൂർത്തിയാക്കുവാൻ സാധിക്കും. അവിചാരിതമായി ധനം വന്നുചേരും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിൽ കരുതിയ കാര്യങ്ങൾ പലതും നിർവഹിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവില്ല. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മേലധികാരികൾക്ക് സ്വീകാര്യമാകും. പിതാവിൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ കഴിയും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതനത്തിൽ ചെറിയ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ധനസഹായം ചെയ്യും. വിദ്യാർത്ഥികൾ ഹ്രസ്വകാല കോഴ്സുകൾ പ്രയോജനപ്പെടുത്തും. ഇടയ്ക്കിടെ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് ഗുണം കൂടും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 11ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നതാണ്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം മുന്നിട്ട് നിൽക്കും. 2ലെ കേതു ചില കുടുംബ പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൈയയച്ച് സംഭാവന ചെയ്യും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉള്ളവർ സംയമനം പാലിക്കണം. ഉപാസനാദി കർമ്മങ്ങൾക്ക് തടസ്സം നേരിടുന്നതാണ്. ബുധൻ വ്യാഴൻ ദിവസങ്ങളിൽ കാര്യസിദ്ധി ഭവിക്കുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യം ഭവിക്കുന്ന വാരമാണ്. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് പുതിയ പദവി ലഭിച്ചേക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടുകയും ധനക്ലേശം കുറയുകയും ചെയ്യും. മുൻ നിക്ഷേപങ്ങൾ ആവശ്യത്തിന് ഉപകാരപ്പെടും. സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടുന്നതാണ്. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ വ്യക്തത ഉണ്ടാവും. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് കാരണം ഗ്രഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. സുഹൃത്ത് സമാഗമങ്ങളും ലഘുയാത്രകളും ഉണ്ടാകും. സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാവും ഉചിതം. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സ്വയം തയ്യാറാകും. ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ്. വാടക വീടിനായി ശ്രമിക്കുന്നവർക്ക് പുതിയ വീട് കണ്ടെത്താൻ കഴിയും. ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തുടങ്ങും. കലാപ്രവർത്തനത്തിന് സമയം കണ്ടെത്താനാകും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതാണ്. വ്യാപാരികൾക്ക് ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്.
സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധയുണ്ടാവണം. പണയവസ്തുക്കൾ തിരിച്ചെടുക്കാൻ ആകും. ബന്ധുക്കളുടെ സഹായം പ്രയോജനപ്പെടുത്തും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കും. പക്ഷേ മാറ്റത്തിന് ആവശ്യമായ പ്രയത്നത്തിന് മനസ്സുണ്ടാവില്ല. അമിതാവേശം ആരാൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ആയിരിക്കും. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ചെറിയ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം. ആരെയും നിസ്സാരമായി കരുതുകയും അരുത്. സംരംഭങ്ങൾ ഒരുവിധം മുന്നോട്ടു പോകും. പുതിയ ചുമതലക്കാരെ നിയമിക്കേണ്ടതായി വന്നേക്കാം. രോഗഗ്രസ്തർക്ക് ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനം കുറയാൻ ഇടയുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കിലും കർമ്മങ്ങളിലും കരുതലുണ്ടാവണം. ഏതു കാര്യത്തിലും ആവർത്തിച്ചുള്ള ആലോചന വേണ്ടിവരും. ആഴ്ച പകുതിയോടെ കാര്യങ്ങൾ ഗുണപ്രദമാകും. വരുമാനത്തിൽ വർധനവുണ്ടാവും. ധനാഗമത്തിന് പുതിയ സ്രോതസ്സുകൾ തുറന്ന് കിട്ടുന്നതാണ്. ഭോഗസുഖം അനുഭവിക്കും. വിഷമം പിടിച്ച ദൗത്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കും. അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിൽ വരാനും പിതൃബന്ധുക്കളെ സന്ദർശിക്കാനും അവസരം സിദ്ധിക്കും. കർമ്മരംഗത്ത് ഉണർവുണ്ടാകും. കച്ചവട തന്ത്രങ്ങൾ വിജയം കാണുന്നതാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം. വിദ്യാഭ്യാസ വായ്പ ലഭിച്ചേക്കാം. ഏജൻസി കമ്മീഷൻ മേഖല ഗുണകരമാകും. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ചോദ്യം ചെയ്യപ്പെടും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധികൾ അനുഭവപ്പെട്ടേക്കാം. പ്രണയികൾക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും സഹായം സ്വീകരിക്കുന്നതാണ്. ചിലപ്പോൾ കൂടുതൽ സമയം ചിന്തകളിൽ മുഴുകുന്നതായിരിക്കും. ഭൂമിയിൽ നിന്നും ആദായം ഉണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണപ്രദമാണ്. വാഗ്വാദങ്ങളിൽ സംയമനം പാലിക്കണം. ക്ഷോഭത്തിന് വിധേയനാകാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ കരുതിയതുപോലെ നിർവഹിക്കുവാൻ കഴിയും. ആത്മവിശ്വാസം ഉയരും. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ വഴി തെളിഞ്ഞേക്കും. വൃദ്ധജനങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. സകുടുംബം സുഹൃത്ത് ഭവനമോ ബന്ധുഭവനമോ സന്ദർശിക്കും. ഉദ്യാന പരിപാലനത്തിനും അടുക്കള കൃഷിക്കും സമയം കണ്ടെത്തും. ഉപാസനാദി കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ അനിഷ്ടസ്ഥാനത്ത് തുടരുന്നതിനാൽ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലം സമ്മർദ്ദങ്ങൾ ഉണ്ടാകാവുന്നതാണ്. കലഹവാസനയുള്ള സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുന്നതാണ്. കേതുവിൻ്റെ അനുകൂല സ്ഥിതി മൂലം അപ്രതീക്ഷിതമായി ധനം വന്നുചേരും. രാഹുവിൻ്റെ സ്ഥിതി ആശയക്കുഴപ്പത്തിന് കാരണമായേക്കും. പുതിയ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിർദ്ദേശങ്ങൾ വരാം. സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്. തുലാക്കൂറുകാർക്ക് ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം ഉത്സാഹഭരിതമാകും. ബുദ്ധി ഉണർവോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഒപ്പമുള്ളവരുടെ നിസ്സഹകരണത്തെ അതിജീവിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ലക്ഷ്യപ്രാപ്തി മുന്നിൽ കണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. ഉന്നതരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് അവസരം സിദ്ധിക്കും. അലച്ചിൽ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ഭോഗസുഖം ഭക്ഷണതൃപ്തിയും സന്തോഷകരമായ അനുഭവങ്ങളാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു കരുതൽ വേണം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾ ഇടക്കാല കോഴ്സുകൾ പഠിക്കാൻ ചേരുന്നതാണ്. ബിസിനസ് കാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി പകരക്കാരെ നിയോഗിക്കും.
സംഘടനാ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ കുടുംബത്തിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. അയൽ തർക്കങ്ങൾക്ക് പരിഹാരമാകും. ചില സർക്കാർ കാര്യങ്ങൾക്കായി പരിശ്രമം ആവർത്തിക്കേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റുപറ്റാതിരിക്കാൻ കരുതൽ വേണം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താൽപ്പര്യം കൂടും. വാഗ്ദാനം പാലിക്കാൻ വിഷമിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. അവ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധയും സന്നദ്ധതയും ഉണ്ടാകണം. ഗാർഹിക അന്തരീക്ഷം കുറച്ചൊക്കെ സഹായകരമാകും. ജീവിത പങ്കാളിയുടെ പിന്തുണ കരുത്തു പകരും. സന്താനങ്ങളുടെ പരീക്ഷാ വിജയത്തിന് ആഗ്രഹിച്ച പാരിതോഷികം നൽകുന്നതാണ്. വ്യാപാരത്തിൽ സാമാന്യം ലാഭമുണ്ടാകും. വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പ്രതീക്ഷിച്ച അവസരം വന്നു ചേരുന്നതാണ്. പൂർവിക സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കാൻ സാധിച്ചേക്കില്ല. സുഹൃത്ത് ബന്ധം വിപുലമാകും. ചില സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ വിവേചനവും കരുതലും വേണം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും. വലിയ ദൗത്യങ്ങൾ നിറവേറാൻ പരസഹായം വേണ്ടിവരും. സാമ്പത്തികമായി സംതൃപ്തി ഉണ്ടാകുന്നതാണ്. പണയം വച്ച ആഭരണം തിരിച്ചെടുക്കാൻ സാധിക്കും. സഹോദരങ്ങളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടാകും. സന്താനങ്ങളുടെ അന്യനാട്ടിൽ പോയി പഠിക്കാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കും. വീട് മോടി പിടിപ്പിക്കൽ പ്രതീക്ഷിച്ച പോലെ തീർന്നേക്കില്ല. സംഘടനാ രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കും. 9 കേതു സഞ്ചരിക്കുന്നതിനാൽ ഉപാസനകൾക്ക് മുടക്കം വരാം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ശ്രദ്ധയുണ്ടാകും. വ്യക്തിബന്ധം പരിഗണിക്കാത്തതിനാൽ വേണ്ടപ്പെട്ട ചിലർ ശത്രുക്കൾ ആയേക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടിവരും. അത്യാവശ്യ യാത്രകൾ നീട്ടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. സാഹിത്യകാരന്മാർക്ക് രചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ്. മകരക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ധനുക്കൂറുകാർക്ക് പ്രവൃത്തിയിൽ വിജയമുണ്ടാകും. സർക്കാർ കാര്യങ്ങൾ സുഗമമാകും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തിക്കുള്ള ഏകാഗ്രത ഉണ്ടാകുന്നതാണ്. വിട്ടുവീഴ്ചയില്ലായ്മ കഠിനഹൃദയരാണ് എന്ന ആക്ഷേപത്തിന് ഇടവരുത്തും. പങ്കാളിത്ത ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാം. പങ്കാളിത്ത ബിസിനസ് ലാഭകരമാക്കുവാൻ വേണ്ട പരിശ്രമം തുടങ്ങുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. അതിഥി സൽക്കാരത്തിന് സമയം കണ്ടെത്തും. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വയം മുന്നോട്ട് വരുന്നതാണ്. രാഹു കേതുക്കളുടെ അനിഷ്ട സഞ്ചാരം ആരോഗ്യ പ്രശ്നത്തിന് വഴിവെക്കും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ഥാപിത താൽപ്പര്യക്കാരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും. ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ പൂർണ്ണമായും ആത്മാർത്ഥത പുലർത്താൻ ശ്രമിക്കും. കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. എങ്കിലും മിതവ്യയം കൊണ്ട് മറികടക്കാനാവും. ചില സന്ദർഭങ്ങളിൽ കള്ളം പറയേണ്ടതായ സാഹചര്യം ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥരുടെ പദവിയിൽ സമ്മർദ്ദം ഉണ്ടാവില്ല. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുവാനാണ് സാധ്യത. ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ അഭിപ്രായം പല കാര്യങ്ങളിലും തേടുന്നതാണ്. കുംഭക്കൂറുകാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ വിഷമിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ ചൂടുറപ്പിക്കുവാൻ ആഗ്രഹിക്കും. രാഹുവും ശനിയും അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ കാലതാമസം നേരിടും. പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കും. പലപ്പോഴും സ്വന്തം പരിമിതികൾ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല.
ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ മാറുന്നതാണ്. എന്നാൽ പ്രതീക്ഷിച്ച വിലയിൽ മാറ്റം വന്നേക്കാം. 4-ാം ഭാവത്തിലെ ആദിത്യൻ യാത്രകളിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കും. സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനാവശ്യമായ തിടുക്കം പലപ്പോഴും ഗുണം ചെയ്തേക്കില്ല. എന്നാൽ പല കാര്യങ്ങളും ചിലപ്പോൾ മെല്ലിയായി ചെയ്യാനും സാധ്യതയുണ്ട്. സന്താനങ്ങളും പേരക്കുട്ടികളും സഹായിക്കാനുണ്ടാകും. യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഉത്കണ്ഠയുണ്ടാകും. പാരമ്പര്യ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും. വരവും ചെലവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല. സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം. സംഘടനകളുടെ ചുമതലകൾ ഒഴിയാൻ ആഗ്രഹിക്കുമെങ്കിലും വീണ്ടും നിയമിക്കപ്പെടും. കുംഭക്കൂറുകാർക്ക് സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. മീനക്കൂറുകാർക്ക് ഗ്രഹസുഖം അനുഭവപ്പെടും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മികവ് നിലനിർത്താൻ കഴിയുന്ന വാരമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. വിദഗ്ധരുടെ അഭിപ്രായം തേടും എങ്കിലും തീരുമാനം തൻ്റേതു തന്നെ ആയിരിക്കും. വീട് നിർമ്മാണമോ മൂടി പിടിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ താമസം നേരിടും. കൂടുതൽ തുക കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധയുണ്ടാവണം. രാഷ്ട്രീയ പക്ഷപാതങ്ങൾ പ്രകടമാകുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നിർവഹണത്തിൽ എത്തിയേക്കില്ല. വ്യായാമം നിർബന്ധമാക്കാൻ തയ്യാറായേക്കും. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദം ഉണ്ടാകും. കൃത്യനിഷ്ഠയ്ക്ക് ഭംഗം സംഭവിക്കും. ആലസ്യം അനുഭവപ്പെടുന്നതാണ്. പുതിയ കൂട്ടുകെട്ടുകളിൽ കരുതലുണ്ടാവണം. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയുവാനുള്ള സാധ്യതയുണ്ട്. 12-ാം ഭാവത്തിലെ രാഹു സഞ്ചാരം പാഴ്ചെലവുകൾ വരുത്താൻ ഇടയുണ്ട്. 6-ലെ കേതു ശത്രുദോഷത്തെ പ്രതിരോധിക്കും. വേണ്ടപ്പെട്ടവരുടെ സ്ഥലം മാറ്റത്തിന് സംഘടനകൾ വഴി ശ്രമം തുടരുന്നതാണ്. പാരമ്പര്യ തൊഴിലിൽ വിപുലീകരണം സാധ്യമാകും. എന്നാൽ വലിയ മുതൽ മുടക്കുകൾക്ക് അവസരം അനുകൂലമല്ല. ആഴ്ച മധ്യത്തിലെ ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായേക്കും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.